നമസ്കാരം. റോട്ടോവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ചടയമംഗലം MGHSന് കിഫ്ബി ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ഉപയോഗിച്ച് പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും. SSLC പ്ലസ് 2-ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. ഇതോടൊപ്പം തന്നെ സ്കൂളിന്റെ 65-ാം വാർഷികവും ആഘോഷിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കും. ഉദ്ഘാടന ചടങ്ങുകൾ 5 മുതലും ആരംഭിക്കുമെന്ന് സ്കൂൾ അധികൃതരും PTA അറിയിച്ചു. ഏറെ നാളായി കാത്തിരിക്കുന്ന നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ബഹുനില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുകയാണ്. നവകേരള മിഷൻ 2 കിഫ്ബി ഫണ്ടിൻ്റെ 1 കോടി പദ്ധതിയിലാണ് കെട്ടിടം വന്നിരിക്കുന്നത്. സ്കൂളിൽ കെട്ടിടത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ഇരിക്കാൻ സൗകര്യക്കുറവുണ്ടായിരുന്നു. എന്തായാലും ഈ കെട്ടിടം വരുന്നതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം തീരും. ഭൗതിക സാഹചര്യങ്ങൾ നല്ല രീതിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം 2025 ഏപ്രിൽ 28 വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മണ്ഡലത്തിന്റെ തന്നെ മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്നേ ദിവസം തന്നെ നമ്മുടെ സ്കൂളിന്റെ 65ാമത് വാർഷികാഘോഷങ്ങൾ നടക്കുന്നു. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവർ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ മികവിന്റെ ആദരവ് ഈ ഘട്ടത്തിൽ നൽകപ്പെടുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവർ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. ഈ പരിപാടികളിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സാന്നിധ്യം ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്കൂളിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് മെച്ചപ്പെട്ട ഭൗതിക ചുറ്റുപാട് അനിവാര്യമായതിന്റെ വെളിച്ചത്തിലാണ് സ്കൂളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചേരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കും ഒരു ബഹുനില കെട്ടിടം ലഭ്യമായിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം മിഴിവ് 2025 എന്ന് നാമകരണം ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ വാർഷികവും വിവിധ പ്രതിഭകളെ ആദരിക്കലും വിജയോത്സവവും നടത്തുകയാണ്. ഈ പൊതുസമ്മേളനത്തിലേക്കും യോഗത്തിലേക്കും എല്ലാ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കുകയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.